ഐടിഐക്ക് പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഇലക്ട്രിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം ആറ്റം എന്താണെന്ന് നോക്കാം. ഏതൊരു പദാർത്ഥത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണല്ലോ ആറ്റം. സൂക്ഷ്മമായ ആറ്റങ്ങൾ കൊണ്ടാണ് പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്ര ഭാഗമുണ്ട്. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ് ന്യൂക്ലിയസ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിന്റെ പുറത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ. പ്രോട്ടോണിന് ഇലക്ട്രിക്കലായി പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ഉണ്ട്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂക്ലിയസിലെ പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് നിർവീര്യമാക്കുന്നു. പ്രോട്ടോണിന്റെ അത്ര എണ്ണം ഇലക്ട്രോണുകളും ആറ്റത്തിലുണ്ടായിരിക്കും. ഒരാറ്റം സാധാരണയായി ചാർജ് ഇല്ലാത്ത അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ന്യൂട്രൽ. ആറ്റത്തിന്റെ സുസ്ഥിരമായ ന്യൂട്രൽ അവസ്ഥയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ അവ എത്രയും വേഗം പഴയ സ്ഥിതിയിലേക്കോ ഇലക്ട്രിക്കലായി മറ്റൊരു സുസ്ഥിരാവസ്ഥയിലേക്കോ മാറാൻ ശ്രമിക്കുന്നു. വൈദ്യുതി. ഒരു പദാർത്ഥത്തിലെ ആറ്റത്തിലെ ഏറ്റവും പുറത്തെ ഏതാനും ഇലക്ട്രോണുകളെ ബലമായി പുറത്തു വിട്ടാൽ അവ ഊർജ്ജസ്വലതയോടെ സഞ്ചാരം തുടരുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജിനെ അന്വേഷിച്ച് യാത്ര തുടരുന്നു. പോസിറ്റീവ് ചാർജ് എവിടെ ഉണ്ടോ അവിടേക്ക് ഇലക്ട്രോണുകൾ ആകർഷിക്കപ്പെടുന്നു. ഇലക്ട്രോണിന്റെ ഈ ഒഴുക്കിനെയാണ് വൈദ്യുതി, കറണ്ട് എന്നെല്ലാം പറയുന്നത്. ചിത്രം എയിൽ പ്ലസ് അടയാളം സൂചിപ്പിക്കുന്നത് സ്വതന്ത്ര പ്രോട്ടോണുകളെയും നെഗറ്റീവ് അടയാളം സൂചിപ്പിക്കുന്നത് സ്വതന്ത്ര ഇലക്ട്രോണുകളെയുമാണ്. ചിത്രത്തിലെ ടോർച്ച് സെല്ലുകളുടെ മുകൾ വശത്ത് പ്ലസ് ചാർജും അടിയിലെ ലോഹത്തകിടിൽ നെഗറ്റീവ് ചാർജും ലഭ്യമാണ്. സെല്ലിന്റെ രണ്ട് ടെർമിനലുകളെയും ഒരു ലോഹ കമ്പി കൊണ്ട് ചിത്രം ബിയിലേതുപോലെ യോജിപ്പിക്കുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കമ്പിയിലൂടെ അതിവേഗത്തിൽ പ്ലസ് ചാർജുള്ള ഭാഗത്തേക്ക് പ്രവഹിക്കുന്നു. ചിത്രം സിയിൽ സെല്ലിലെ വൈദ്യുതിയെ ഒരു ടോർച്ച് ബൾബിലൂടെ കടത്തിവിടുന്നു. കമ്പിയിലൂടെ സുഖമായി കടന്നുപോയ ഇലക്ട്രോണുകൾക്ക് ബൾബിന്റെ ഫിലമെന്റിലൂടെ അത്ര തന്നെ എളുപ്പത്തിൽ കടക്കാനാവില്ല. കാരണം വൈദ്യുതിയുടെ പ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്ന പ്രത്യേക തരം ലോഹം കൊണ്ടാണ് ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകളുടെ സമ്മർദ്ദം മൂലം ഫിലമെന്റ് ചൂടാകുകയും പ്രകാശം പുറത്തുവിടുകയും ചെയ്യുന്നു. ആൾട്ടർനേറ്റ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട്. ഒരു ടോർച്ച് സെല്ലിലെ വൈദ്യുതി പ്രവാഹം എപ്പോഴും ഒരേ ദിശയിലായിരിക്കും, അതായത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക്. ഇതിനൊരിക്കലും മാറ്റം വരുന്നില്ല. ഇത്തരം വൈദ്യുതിയെ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നു. ഇനി മറ്റൊരു തരം വൈദ്യുത പ്രവാഹത്തെ പരിശോധിക്കാം. നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ ഒരു സൈക്കിൾ ഡൈനാമോയും അതിനോട് ചേർന്ന് ഒരു ബൾബും കാണാം. ഡൈനാമോയുടെ ആർമേച്ചർ പകുതി കറങ്ങുമ്പോൾ എക്സ്, വൈ എന്നീ ടെർമിനലുകളിൽ വൈദ്യുതി ലഭിക്കുന്നു. എക്സിൽ ആദ്യമായി നെഗറ്റീവ് ചാർജും വൈയിൽ പോസിറ്റീവ് ചാർജും ഉണ്ടാകുന്നു. ഇതിന്റെ ഫലമായി ഇലക്ട്രോണുകൾ എക്സിൽ നിന്നും വൈയിലേക്ക് ബൾബിലൂടെ ഒഴുകുന്നു. ഡൈനാമോയുടെ ആർമേച്ചർ അടുത്ത പകുതി കറങ്ങുമ്പോൾ വൈദ്യുതിയുടെ ദിശ മാറുന്നു. ഇപ്പോൾ എക്സിൽ പ്ലസ് ചാർജും വൈയിൽ നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. ഇങ്ങനെ ഒന്നിടവിട്ട് ദിശ മാറി ഒഴുകുന്ന വൈദ്യുതിയാണ് ആൾട്ടർനേറ്റ് കറണ്ട്. നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി ഇത്തരത്തിലുള്ളതാണ്. ഇതിന്റെ ദിശ ഒരു സെക്കൻഡിൽ 100 തവണ മാറിക്കൊണ്ടിരിക്കും, അതായത് 50 സൈക്കിൾ പ്രതി സെക്കൻഡ് അഥവാ 50 ഹെർട്സ് എന്ന് പറയുന്നു. എസിയുടെ ഒരു സൈക്കിൾ പൂർത്തിയാകാൻ വൈദ്യുതിയുടെ ദിശ 2 തവണ മാറേണ്ടതുണ്ട്. സൈക്കിൾ ഡൈനാമോയും ബൾബും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു വയർ മാത്രമേ ആവശ്യമുള്ളൂ. മറ്റൊരു വയറായി പ്രവർത്തിക്കുന്നത് സൈക്കിളിന്റെ ബോഡി തന്നെയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.